രാഷ്ട്രീയ നാടകങ്ങളാണ് എന്ന് ഉത്തരേന്ത്യയിലടക്കം ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ പ്രതിഫലനമാണ് ഇന്നലെ നടന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഫലങ്ങൾ. ഞാൻ ഇന്നലെ നടന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഫലങ്ങളിൽ കേരളത്തിലെ കാര്യത്തിലേക്ക് പിന്നീട് വരാം. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പതിവിലില്ലാത്ത ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് അവർ തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണുന്നത്. രാജസ്ഥാനിൽ 2 ഘട്ട തെരഞ്ഞെടുപ്പുകളോട് പൂർത്തിയായ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുമെന്നുള്ളത് നിശ്ചയമായും പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ സൃഷ്ടിച്ചു വെച്ച ആ കൃത്രിമമായിട്ടുള്ള ഒരന്തരീക്ഷം ഒളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിനകത്ത് തിരഞ്ഞെടുപ്പുകൾ സമ്പൂർണ്ണമായി പൂർത്തിയായി കഴിഞ്ഞാൽ വളരെ കോൺഫിഡൻസോട് പറയുന്നു, ഇന്ത്യ മുന്നണിക്ക് വ്യക്തമായ മേൽക്കൈ കിട്ടത്തക്കവണ്ണമുള്ള രാഷ്ട്രീയ മാറ്റങ്ങളാണ് ദ്രുതഗതിയിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കാര്യം 20-ൽ 20 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി നേടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. ഒരുപാട് പ്രതികൂല ഘടകങ്ങളെയും സർക്കാർ സൃഷ്ടിച്ചെടുത്ത കാലാവസ്ഥയെയും മറികടന്നുകൊണ്ടാണ് ഈ 20 സീറ്റിൽ ജയിക്കുന്നത് എന്നുള്ളത് UDFന്റെ വിജയം ഏറ്റവും തിളക്കമാർന്നതാക്കുമെന്നുള്ളത് സംശയമില്ല. ജെന്യൂനായിട്ടുള്ള കംപ്ലൈന്റുകൾ നിങ്ങളെല്ലാം വീക്ഷിച്ചതായിരിക്കും. നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തവരാണ്. ഇന്നലെ ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തവരാണ് നിങ്ങൾ ഓരോ മാധ്യമ പ്രവർത്തകരും. കേരളത്തിലെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തവണ്ണം തിരഞ്ഞെടുപ്പ് പ്രക്രിയ അലങ്കോലമാക്കിയ ഒരു ഇലക്ഷനായിരുന്നു ഇന്നലത്തെ ഇലക്ഷൻ. എത്ര മനോഹരമായിട്ട് ഇലക്ഷൻ നടത്തുന്ന സ്റ്റേറ്റാണ് കേരളം. എന്നാൽ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ സമയം ഇലക്ഷൻ പ്രിപ്പറേഷന് വേണ്ടി കിട്ടിയ ഒരു ഇലക്ഷനായിരുന്നു. സാധാരണയിൽ കവിഞ്ഞ് ഇലക്ഷൻ പ്രിപ്പറേഷന് കൂടുതൽ സമയം കിട്ടിയ ഒരു ഇലക്ഷനായിരുന്നു. നിങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചത്. 3% സ്ഥലങ്ങളിൽ, ഞാൻ മനസ്സിലാക്കി 3 മുതൽ 5 വരെ എടുക്കാം, ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇന്നലെ പോയതാ, എല്ലായിടത്തും ഇലക്ട്രോണിക് മെഷീനുകൾ തകരാറിലായിരുന്നു. 1.5, 2, 3 മണിക്കൂർ വരെ മെഷീനുകൾ തകരാറായി പോളിംഗ് നടക്കാത്ത ഒരുപാട് കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. ഈ സമയത്ത് ക്യൂ നിന്ന ആളുകളെ 3 മണിക്കൂറും 4 മണിക്കൂറും 5 മണിക്കൂറും 6 മണിക്കൂറും സത്യത്തിൽ വോട്ടർമാരെ പീഡിപ്പിച്ച ഒരു ഇലക്ഷനായിരുന്നു ഇന്നലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മിഷണറി ഉദ്യോഗസ്ഥന്മാർ നടത്തിയത്. അനാരോഗ്യമുള്ളവരുണ്ടായിരുന്നു അതിനകത്ത്. അവർക്ക് കുടിക്കാൻ ഒരു കുടിനീര് കൊടുക്കാൻ സംവിധാനം ഉണ്ടായിരുന്നോ? 5 മണിക്കൂറും 6 മണിക്കൂറും ക്യൂവിൽ നിൽക്കുന്ന ഈ ഏറ്റവും യെല്ലോ അലർട്ടാണ് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം 2 ജില്ലകളിൽ ഒഴിച്ച് യെല്ലോ അലർട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഒരു സ്റ്റേറ്റിൽ ഒരു കുടിനീര് കൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇരിക്കാനൊരു ചെയർ, അസുഖമുള്ളവര്, പ്രായാധിക്യമുള്ളവര്, ഇവരെല്ലാം ഉണ്ടായിരുന്നല്ലോ വോട്ടർമാരായിട്ട്. ലൈറ്റിംഗ് സിസ്റ്റം നമുക്കറിയാലോ. ഇപ്പോഴത്തെ ചൂട് കാലമാണ്, വൈകുന്നേരവും ആളുകൾ ഇലക്ഷൻ പ്രിഫർ ചെയ്യും, വോട്ട് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. അപ്പൊ വൈകുന്നേരം തിരക്ക് കൂടുന്ന അറിയാമല്ലോ. ഞാനിതിലെ പോയപ്പോ കായംകുളത്ത് കണ്ടത്, ഒരു 7 മണിക്ക് കണ്ടത്, സമ്പൂർണ്ണ ഇരുട്ടിലാണ്. സ്ത്രീകൾ എന്നോട് പരാതി പറഞ്ഞു, സാർ എങ്ങനെയാ ഈ ഇരുട്ടത്ത് നിന്ന് ഞങ്ങൾ നിൽക്കുക, ഞങ്ങൾ 5 മണിക്കൂറായി നിൽക്കുന്നത്, ഇപ്പൊ ഇരുട്ടും കൂടിയാണ്. എന്നിട്ട് പ്രവർത്തകർ കൊണ്ടുവന്ന് എമർജൻസി ലൈറ്റിലാണ് അവിടെ അറേഞ്ച് ചെയ്തത്. ഞാൻ അപ്പോൾ തന്നെ കലക്ടറോട് വിളിച്ചത് പറഞ്ഞു. അപ്പൊ ഇതല്ല ഇലക്ഷൻ കമ്മീഷൻ. ഇത്രയും ഇലക്ഷൻ നടത്തുന്ന ആൾക്ക് അറിയില്ലായിരുന്നോ വൈകുന്നേരം ഇലക്ഷൻ നീണ്ടുപോകും, വൈകുന്നേരം ക്യൂ ഉണ്ടാവും. രാവിലെ മുതൽ മിഷൻ കേടായിരുന്നു. അപ്പൊ ഇലക്ടറൽ ഓഫീസേഴ്സ് പറഞ്ഞു 6 മണിക്ക് വന്നവരെ ക്യൂവിൽ നിർത്തി വോട്ട് ചെയ്യിപ്പിക്കുന്നു. അവർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ 6 മണിക്ക് വരും, ക്യൂ ഉണ്ടാവും എന്നറിയുന്നവര് രാവിലെ തന്നെ വിചാരിച്ചാൽ ലൈറ്റ് അറേഞ്ച് ചെയ്യാമായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് ഗൗരവതരമായ കാര്യവും കൂടിയാണ്. ഈ വോട്ടെടുപ്പുകൾ താമസം വന്നിരിക്കുന്ന ബൂത്തുകളിൽ ഞാൻ എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും തന്നെ സംസാരിച്ചു, എല്ലാ കാൻഡിഡേറ്റ്സിനോടും സംസാരിച്ചു.
അവരെല്ലാവരും ഏകസ്വരത്തിൽ പിന്നെ പറഞ്ഞ കാര്യം, എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യം, ഈ ഡിലേ വന്ന ബൂത്തുകളിൽ 90% UDF മേധാവിത്വമുള്ള ബൂത്തുകളായിരുന്നു. 90% UDF മേധാവിത്വമുള്ള ബൂത്തുകളായിരുന്നു. ഇത് കൂട്ടി വായിക്കേണ്ടത് ഇലക്ട്രൽ സിസ്റ്റം കംപ്ലീറ്റ് CPM ഹൈജാക്കിയായിരുന്നു. ഡെപ്യൂട്ടി തഹസിൽദാർമാർ, അതിന് തിരുവനന്തപുരത്ത് തന്നെ അനുഭവം ഉണ്ടായല്ലോ. ഒരാളെ സസ്പെൻഡ് ചെയ്യേണ്ട നടപടി, ഒരാൾക്ക് നടപടി എടുക്കേണ്ട സാഹചര്യം ഉണ്ടായല്ലോ. മുതൽ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മഹാഭൂരിപക്ഷവും CPM ആളുകളായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ഒരു വോട്ടർ പട്ടിക, സാധാരണ വോട്ടർ പട്ടിക എടുത്തു നോക്കിയാൽ മരിച്ച ആളുകളുടെ പേര് ആ വോട്ടർ പട്ടികയിൽ ഉണ്ടാകും. പക്ഷെ അവസാനത്തെ പേജിൽ ഡിലീറ്റഡ് എന്ന് പറഞ്ഞ് വരിക. വോട്ടർ പട്ടികയിൽ നീക്കിയിരിക്കുന്ന ആളുകളുടെ പേര് ലാസ്റ്റ് പേജിൽ വരും, ഡിലീറ്റഡ് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇന്ന വോട്ടർ പട്ടികയിൽ ഇന്ന വീട്ടിലെ വോട്ടർ പട്ടിക ഡിലീറ്റ് ചെയ്തു. ഇല്ല, ഇപ്രാവശ്യം ആ കോളമേ ഇല്ല, പേജേ ഇല്ല. എത്രയോ പേര് പോളിംഗ് ബൂത്തിൽ എത്തുമ്പോഴാണ് അവരുടെ വോട്ടർ പട്ടികയിൽ അവരുടെ പേരേ ഇല്ല എന്നറിയുന്നത്. 1000